വീണ്ടും റിപ്പോർട്ടുകളിലേക്ക് എത്തുമ്പോൾ ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസ് ഉടമ ഷുഹൈബിനെ പ്രതിക്കൂട്ടിലാക്കി ജീവനക്കാരായ അധ്യാപകരുടെ മൊഴി. ഷുഹൈബ് തയ്യാറാക്കി തന്ന ചോദ്യങ്ങൾ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്ന് അധ്യാപകർ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. ഷുഹൈബ് ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. അതേസമയം ഇന്നലെ റിമാൻഡ് ചെയ്ത അധ്യാപകരായ ഫഹദ്, ജിഷ്ണു എന്നിവർക്കുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകും. അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ഈ ഷുഹൈബിനെ ഇതുവരെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അത്രത്തോളം ശ്രമകരമായ ഒരു കാര്യമായി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം പല ഭാഗത്തു നിന്ന് ഷുഹൈബിന് സഹായങ്ങൾ കിട്ടുന്നുണ്ട് എന്നൊരു ആക്ഷേപം കൂടി ഒരു കാലഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു ആരോപണവും കൂടിയാണ്. പക്ഷേ നമുക്കറിയാം, ഈ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരിക്കുന്ന അധ്യാപകരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ഷുഹൈബ് തയ്യാറാക്കി നൽകിയ ചോദ്യങ്ങൾ തങ്ങൾ അവതരിപ്പിക്കുകയല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ്. തീർച്ചയായും ഈ ചോദ്യപേപ്പർ ചോർത്തിയ കേസിലെ മുഖ്യ സൂത്രധാരൻ പ്രതി അത് MS സൊല്യൂഷൻ CEO ആയിട്ടുള്ള മുഹമ്മദ് ഷുഹൈബാണ്. ആ മുഹമ്മദ് ഷുഹൈബ് ഇപ്പോഴും ഒളിവിലാണ്. മുഹമ്മദ് ഷുഹൈബിലേക്ക് എത്തിക്കാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് MS സൊല്യൂഷൻസിലെ തന്നെ 2 അധ്യാപകർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. അവർ ഇപ്പോൾ റിമാൻഡിലാണ്. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ജിഷ്ണുവും ഈ മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഫഹദ് എന്നിങ്ങനെ 2 അധ്യാപകരാണ് ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നത്. ഇവർക്കായുള്ള കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. പ്രാഥമികമായ ചോദ്യം ചെയ്യൽ ഇന്നലെ ഇവരെ പ്രാഥമികമായി ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇവർ പോലീസിന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത് തങ്ങൾക്ക് ഈ പരീക്ഷയുടെ തലേദിവസം രാത്രിയിലാണ് ഈ ഷുഹൈബ് കൃത്യമായി ഒരു തയ്യാറാക്കിയ ചോദ്യം തങ്ങൾക്ക് അയച്ചു നൽകി. ഈ ചോദ്യം ഏത് രീതിയിലാണ് പ്രസന്റ് ചെയ്യേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിർദ്ദേശം ഷുഹൈബ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അത് പ്രസന്റ് ചെയ്യുക മാത്രമാണ് തങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ അധ്യാപകർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. അല്ലാതെ ഈ ചോദ്യപേപ്പർ എങ്ങനെ, എവിടുന്ന് എന്നതിനെ കുറിച്ച് തങ്ങൾക്ക് വ്യക്തതയില്ല. അതിനെക്കുറിച്ച് ഒരു ധാരണയും തങ്ങൾക്കില്ല എന്നാണ് ഈ മറിച്ചും തിരിച്ചുമുള്ള ചോദ്യത്തിനൊടുവിലും ഈ അധ്യാപകർ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യപേപ്പർ, അതായത് ഈ ഇംഗ്ലീഷിന്റെ പരീക്ഷയാണ് നടക്കാനിരിക്കുന്നതെങ്കിൽ അന്ന് ആ ദിവസത്തിന്റെ തലേ ദിവസം രാത്രിയിലാണ് ഇത്തരത്തിൽ ഷുഹൈബ് തങ്ങൾക്ക് ചോദ്യപേപ്പർ അയച്ചു തന്നിരിക്കുന്നത്. അത് ഈ രീതിയിൽ പ്രസന്റ് ചെയ്യണം, ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു ഊന്നൽ നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ എണ്ണി ഷുഹൈബ് തങ്ങളോട് പറഞ്ഞിരുന്നു. അത് പ്രസന്റ് ചെയ്യുക മാത്രമാണ് തങ്ങളെന്ന് ഈ അധ്യാപകർ അന്വേഷണ സംഘത്തോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ അധ്യാപകരുടെ മൊഴി കൃത്യമായി മുഖവിലക്കെടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അധ്യാപകരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഏറ്റവും നിർണായകമായിരിക്കുന്നത് ഈ സ്കൂളുകളിലൊക്കെ തന്നെ, ഈ സർക്കാർ സ്കൂളുകളിലൊക്കെ തന്നെ ഈ പരീക്ഷ നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ ചോദ്യപേപ്പർ ഈ സ്കൂളിൽ കൃത്യമായി എത്തും. അങ്ങനെയെങ്കിൽ ഈ സ്കൂളിൽ നിന്ന് ചോദ്യപേപ്പർ ചോർത്തി ഷുഹൈബിന് നൽകിയതാര്? ഈ ഒരു കണ്ണിയിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് ഇത്ര ദിവസമായിട്ടും സാധിച്ചിട്ടില്ല. ഷുഹൈബിലേക്ക് മാത്രം അന്വേഷണം ഒതുക്കാനുള്ള ഒരു നീക്കം ഇപ്പോഴും നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വിദ്യാഭ്യാസ വകുപ്പിലേക്കും സർക്കാർ ഏത് അധ്യാപകരാണ്, ആരാണ് ഈ ഷുഹൈബിനെ സഹായിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകരുടെ കൂട്ടത്തിൽ CPM അനുഭാവികളായ CPMനോട് ചേർന്ന് നിൽക്കുന്ന അധ്യാപകരുണ്ട് എന്നത് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ ഈ അന്വേഷണം അവരിലേക്ക് നീളും, വിദ്യാഭ്യാസ വകുപ്പിലേക്ക് നീളും. അത് സർക്കാരിന് ക്ഷീണമാകും. അതുകൊണ്ട് തന്നെ ഷുഹൈബിനേക്ക് മാത്രം അന്വേഷണം ഒതുക്കാനും അല്ലെങ്കിൽ ഷുഹൈബിന് ജാമ്യം കിട്ടുന്നത് വരെ ഷുഹൈബിനെ പിടിക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാനുമുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട്. കാരണം ഈ അന്വേഷണം ആരംഭിച്ചത് മുതൽ ഷുഹൈബിലേക്ക് സംശയത്തിന്റെ മുല നീണ്ട സാഹചര്യത്തിലൊക്കെ തന്നെ ഷുഹൈബ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൺവെട്ടത്തുണ്ടായിരുന്നു. പക്ഷെ ഷുഹൈബിനെ പിടിക്കാനോ അന്ന് ചോദ്യം ചെയ്യാനോ ഒന്നും തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല. കൃത്യമായി ഒളിയിടം കണ്ടെത്തി അവിടേക്ക് മാറാനുള്ള ഒരു സാഹചര്യം ഷുഹൈബിന് ഒരുക്കി കൊടുത്തത് ഈ അന്വേഷണ സംഘമാണ്. ഇപ്പോൾ കൃത്യമായി തന്നെ ഒളിസങ്കേതത്തിൽ ഇരുന്നു കൊണ്ട് ഈ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് അടക്കമുള്ള നീക്കങ്ങൾ ഷുഹൈബിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഷുഹൈബ് ഈ ഇതര സംസ്ഥാനത്തേക്ക് കടന്നിട്ടുണ്ട് എന്നൊരു വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ MS സൊല്യൂഷൻസിലെ 2 അധ്യാപകരാണ് ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നത്. ഇവരെ കൃത്യമായി തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകർ കൂടിയാണ്. കൃത്യമായി തന്നെ നമുക്കറിയാം, ഇംഗ്ലീഷ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഈ ചോർന്നിരിക്കുന്നത് എന്നുകൂടി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ കെമിസ്ട്രി അധ്യാപകനായ ഷുഹൈബ് ഇംഗ്ലീഷിന്റെ ചോദ്യപേപ്പർ കൃത്യമായി തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഇതിലൊക്കെ കൂടി തന്നെയായിരുന്നു ഈ സംശയം ഉടലെടുത്തിരുന്നത്.
അതിലൂടെ നീണ്ട ഒരു അന്വേഷണമാണ് ഇത്തരത്തിൽ ഒരു ചോദ്യപേപ്പർ ചോർച്ചയിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ചോദ്യപേപ്പർ ചോർച്ചയിലെ മുഖ്യ സൂത്രധാരനും ആസൂത്രകനുമായിട്ടുള്ള MS സൊല്യൂഷൻ സി ആയിട്ടുള്ള ഷുഹൈബിനെ കണ്ടെത്തുകയാണ് ഈ കേസിൽ ഏറെ നിർണായകമായിരിക്കുന്നത്. അതിനായുള്ള അന്വേഷണമാണ് ഇനി നടക്കേണ്ടതും. ശരി അനഘ.